നമ്മുടെ സൗരയൂഥത്തിൻ്റെ സെൻറ്ററിലുള്ള ഒരു യെല്ലോ ഡാർഫ് നക്ഷത്രമാണ് സൂര്യൻ. ഏതാണ്ട് 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് സൂര്യൻ ഉണ്ടായത്. ഈ സൗരയൂഥത്തിലെ മൊത്തം മാസിൻ്റെ 99.8% ഉള്ളത് സൂര്യനിലാണ്. ബാക്കിയുള്ള 0.2% പകുതിയും ജൂപ്പിറ്ററിനാണ്. ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും മാസ് കൂട്ടിവെച്ചാൽ അത് വെറും 0.1% മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത്രയും പ്രാധാന്യമുള്ള സൂര്യൻ്റെ ലൈഫ് സൈക്കിൾ അഥവാ സൂര്യൻ്റെ ജനനം മുതൽ അതിൻ്റെ അവസാനം വരെ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളുടെയും അവസാനമൊഴിച്ച് ബാക്കിയുള്ള ലൈഫ് സൈക്കിൾ എന്നത് ഏകദേശം ഒരുപോലെയാണ്. ഈ സൂര്യൻ്റെ ലൈഫ് സൈക്കിളിനെ നമുക്ക് 4 ഭാഗങ്ങളായി പറയാം. ഒന്നാമത്തേതാണ് പ്രോട്ടോസ്റ്റാർ. നമ്മുടെ സൗരയൂഥമുണ്ടായത് ഏതാണ്ട് കുറേ ലൈറ്റ് ഇയേഴ്സ് വലിപ്പമുള്ള ഒരു നെബുലയിൽ നിന്നാണ്. ഈ നെബുലയിൽ കൂടുതലായി കാണുന്നത് ഹൈഡ്രജൻ തന്നെയാണ്. ഏതാണ്ട് 5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാവിറ്റി മൂലം ഈ നെബുലയിലെ വസ്തുക്കൾ ഒരു പോയിന്റിലേക്ക് കൂടിച്ചേരാൻ തുടങ്ങി. അതിൽ 99.8% പദാർത്ഥങ്ങളും സെൻറ്ററിലാണ് കൂടിച്ചേർന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ ഈ നെബുലയുടെ വലിപ്പവും പതിയെ കുറയാൻ തുടങ്ങും. ബാക്കി വന്ന 0.2% പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഗ്രഹങ്ങളും മറ്റു ഉൽക്കകളുമൊക്കെ ഉണ്ടാക്കിയത്. ഇങ്ങനെ ഗ്രാവിറ്റി മൂലം വസ്തുക്കൾ ഒരു പോയിന്റിലേക്ക് ചേരുന്ന സമയത്തെയാണ് പ്രോട്ടോസ്റ്റാർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ആ നക്ഷത്രത്തിൽ ഹൈഡ്രജൻ ഫ്യൂഷനൊന്നും നടക്കുന്നുണ്ടായിരിക്കില്ല. അടുത്ത സ്റ്റേജാണ് മെയിൻ സീക്വൻസ്. ഈ സെൻറ്ററിൽ ഇത്രയും വസ്തുക്കൾ കൂടിച്ചേരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ സമ്മർദ്ദം പതിയെ കൂടാൻ തുടങ്ങും. അങ്ങനെ പതിയെ ഫ്യൂഷൻ റിയാക്ഷൻ എന്ന പ്രോസസ്സ് ആരംഭിക്കുകയും ചെയ്യും. സൂര്യനടക്കം എല്ലാ നക്ഷത്രങ്ങളുടെയും സെൻറ്റർ ഭാഗത്ത് ഹൈഡ്രജൻ ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് സ്റ്റേബിളായി നിൽക്കാൻ സാധിക്കുന്നത്. നക്ഷത്രങ്ങൾക്ക് ശക്തമായ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവ മുഴുവനായും സെൻറ്ററിലേക്ക് ചുരുങ്ങാൻ ശ്രമിക്കും. പക്ഷേ അതേസമയം സൂര്യനിൽ ഹൈഡ്രജൻ ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതുമൂലമുണ്ടാകുന്ന എനർജി സൂര്യനെ പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കും. ഈ 2 കാര്യങ്ങളും തമ്മിൽ ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് സൂര്യനും അതുപോലത്തെ മറ്റ് നക്ഷത്രങ്ങളും സ്റ്റേബിളായി നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെ തന്നെ എല്ലാ കാലവും നിൽക്കാൻ സാധിക്കില്ല. സൂര്യൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന എനർജിയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോളാർ സിസ്റ്റം ഉണ്ടായ സമയത്തുള്ള ചൂടല്ല ഇപ്പോൾ സൂര്യനുള്ളത്. അത് ഇതിനേക്കാൾ കുറവായിരുന്നു. ഇനി ഏകദേശം ഒരു 100 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയിലെ ജലം മുഴുവൻ ഇല്ലാതാക്കാനുള്ള ചൂട് സൂര്യനുണ്ടാകും. ഈ ചൂട് കൂടാനുള്ള കാരണം സൂര്യൻ്റെ സെൻറ്ററിലുള്ള ഹൈഡ്രജൻ്റെ അളവ് കാലങ്ങൾ കൊണ്ട് കുറയും. അപ്പോൾ സെൻറ്ററിൽ സമ്മർദ്ദം കൂടുകയും ഫ്യൂഷൻ റിയാക്ഷൻ കൂടുതൽ നടക്കുകയും എനർജി കൂടുതൽ പുറത്തുവിടുകയും ചെയ്യും. 100 കോടി വർഷം എന്നത് വളരെ വലിയൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മനുഷ്യനെന്ന ജീവിവർഗം ഉണ്ടെങ്കിൽ മിക്കവാറും അവർ മറ്റ് ഗ്രഹങ്ങളിൽ മാറി താമസിക്കാനുള്ള ടെക്നോളജിയെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടാകും. നമ്മുടെ സൂര്യനെ പോലത്തെ യെല്ലോ ഡാർഫ് നക്ഷത്രങ്ങൾ ഏതാണ്ട് 1000 കോടി വർഷങ്ങൾ ഈ മെയിൻ സീക്വൻസ് കാലഘട്ടത്തിലുണ്ടായിരിക്കും. ഇനിയും 500 കോടി വർഷങ്ങളുണ്ട് ഈ മെയിൻ സീക്വൻസ് തീരാൻ. മൂന്നാമത്തെ സ്റ്റേജാണ് റെഡ് ജെയിൻറ്റ്. മെയിൻ സീക്വൻസ് സ്റ്റേജ് കഴിയുമ്പോൾ സെൻറ്ററിലുള്ള ഹൈഡ്രജൻ ഏകദേശം മുഴുവനായും ഹീലിയമായി മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കാത്തത് കൊണ്ട് കോർ പതുക്കെ ചുരുങ്ങാൻ തുടങ്ങും. ഇതിനോടൊപ്പം കോറിന് പുറത്തുള്ള റേഡിയേഷൻ സോൺ എന്ന ഭാഗവും ചുരുങ്ങാൻ തുടങ്ങും. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. സമ്മർദ്ദമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കാത്തത്. എന്നാൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഹൈഡ്രജൻ ഹീലിയമായി മാറാൻ തുടങ്ങും. ഇങ്ങനെ വരുന്ന എനർജി കാരണം സൂര്യൻ്റെ പുറം ഭാഗം വളരെയധികം വലുതാകും. ഏകദേശം വീനസിൻ്റെ ഓർബിറ്റിൻ്റെ അത്രയും ആയിരിക്കും ആ സമയത്ത് സൂര്യൻ്റെ വലുപ്പം. അങ്ങനെ സൂര്യൻ ഒരു റെഡ് ജെയിൻറ്റ് നക്ഷത്രമായി മാറും. പക്ഷേ ഈ സമയത്ത് കോർ ഭാഗത്ത് ഫ്യൂഷൻ നടക്കാത്തത് മൂലം അത് വീണ്ടും ചുരുങ്ങാൻ തുടങ്ങും. അങ്ങനെ കോറിലുള്ള ഹീലിയം ആറ്റമെല്ലാം കാർബണായിട്ട് മാറും. അപ്പോൾ പുറം ഭാഗത്ത് ഹൈഡ്രജൻ ഫ്യൂഷൻ്റെ അളവ് കുറയുകയും അത് ചുരുങ്ങി ഏതാണ്ട് പണ്ടത്തെ അത്രയും വലുപ്പത്തിൽ തന്നെയാകും. പക്ഷേ പതുക്കെ കോറിലുള്ള ഹീലിയമെല്ലാം കാർബണായി മാറിയിട്ടുണ്ടാകും. പിന്നീട് ഇതിന് ചുറ്റും ബാക്കിയുള്ള ഹീലിയവും ഹൈഡ്രജനും ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുകയും ആദ്യത്തിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു റെഡ് ജെയിൻറ്റ് നക്ഷത്രമായി സൂര്യൻ മാറും. എന്നാൽ ഈ സമയത്ത് സൂര്യൻ്റെ വലുപ്പമെന്നത് ഭൂമിയുടെ ഓർബിറ്റിൻ്റെ അത്രയും ഉണ്ടാകും. ഇതുകൊണ്ട് തന്നെ ഭൂമി സൂര്യനിൽ വീണ് നശിച്ചു പോകും. പക്ഷേ ചില ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ സൂര്യനെ വലിപ്പം വെക്കുമ്പോൾ അതിന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളുടെ ഓർബിറ്റിന് മാറ്റം സംഭവിച്ചേക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമി രക്ഷപ്പെട്ടേക്കാം. അടുത്തതാണ് 4ാമത്തേതും അവസാനത്തേതുമായ സ്റ്റേജ്, പ്ലാനറ്ററി നെബുല. റെഡ് ജെയിൻ്റ് ആയ സൂര്യൻ്റെ പുറംഭാഗം പതുക്കെ പുറന്തള്ളി അതുണ്ടായ സമയത്തെ പോലെ ഒരു നെബുലയായി മാറും. ഈ സമയത്ത് അതിൻ്റെ കോറിലെ ഹീലിയമെല്ലാം കാർബണായി മാറിയിട്ടുണ്ടാകും. കോർ പിന്നെ ഒരു വൈറ്റ് ഡോർഫ് നക്ഷത്രമായി മാറും. ഇതിന് ഹൈഡ്രജൻ ഫ്യൂഷൻ നടത്താനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഉണ്ടാകില്ല. ഈ സമയത്ത് സൗരയൂഥത്തിൽ ഏതെങ്കിലും ഗ്രഹമുണ്ടെങ്കിൽ അത് ഈ വൈറ്റ് ഡോർഫിനെ വലം വയ്ക്കും. വൈറ്റ് ഡോർഫ് ഏകദേശം കുറേ കോടി വർഷങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കും. പിന്നീട് അതിൽ ആകെ ഉണ്ടായിരുന്ന കുറച്ച് എനർജി നഷ്ടപ്പെട്ട് അതൊരു ബ്ലാക്ക് ഡോർഫ് നക്ഷത്രമായി മാറും. ഇങ്ങനെയാണ് സൂര്യൻ എന്ന നക്ഷത്രത്തിൻ്റെ അന്ത്യം.